ഹായ് നമസ്കാരം. കേരളത്തിലെ ഈ പ്രദേശത്തിലേക്ക് ഒഴുകിയെത്തി അന്യസംസ്ഥാനക്കാർ കൂടുതലും യുവതിയുവാക്കൾ മഴയിലും കോടമഞ്ഞിലും നനഞ്ഞ് കുളിരണിയാൻ റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന. മാനിമലയുടെ പച്ചപ്പും സൗന്ദര്യവും മഴയിൽ നനഞ്ഞ് കുളിർക്കെ കാണാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എത്തിയത് 3000-ൽ പരം സഞ്ചാരികൾ. കഴിഞ്ഞ ഞായറാഴ്ച മാത്രമെത്തിയത് 1517 സഞ്ചാരികൾ. മുൻപ് അവധി ദിവസങ്ങളിലായിരുന്നു സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയെങ്കിലും ഇതിൽ നിന്നും വിപരീതമായി മറ്റുള്ള ദിവസങ്ങളിലും വലിയ തോതിൽ സഞ്ചാരികൾ എത്താൻ തുടങ്ങിയതായി വനം വകുപ്പ് ജീവനക്കാർ പറയുന്നു. ഈ മഴക്കാലത്ത് സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനയുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് വനം വകുപ്പ്. മുൻകാലങ്ങളിലെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ റാണിപുരത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായി എത്തുന്നവരിൽ 75% കർണാടകയിൽ നിന്നാണ്. ഇതിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്ന് പ്രത്യേകതയുണ്ട്. മൺസൂൺ കാലത്തെ റാണിപുരത്തിന്റെ വിനോദസഞ്ചാര സാധ്യത തിരിച്ചറിഞ്ഞതോടെയാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായത്. മെയ് ജൂൺ മാസങ്ങളിൽ ആവശ്യത്തിന് മഴ ലഭിച്ചതോടെ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയ മാനി പുൽമേട് പച്ചപ്പണിഞ്ഞ് സഞ്ചാരികൾക്ക് വിസ്മയകരമായാണ് കാഴ്ചയാണ് ഒരുക്കുന്നത്. മുൻകാല അപേക്ഷിച്ച് അട്ടശല്യം കുറഞ്ഞതും ഗുണകരമായി. അപൂർവ സസ്യങ്ങളും ചിത്രശലഭങ്ങളും ഉരകങ്ങളും വന്യമൃഗങ്ങളുമുള്ള കാടിന്റെ വന്യതയിൽ കോടമഞ്ഞിന്റെ തണുപ്പറിയാനും നേർത്തു പെയ്യുന്ന മഴയിൽ നനയാനുമാണ് സമുദ്രനിരപ്പിൽ നിന്നും 1049 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഊട്ടിയെ തേടി സഞ്ചാരികൾ എത്തുന്നത്. സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ അവധി ദിവസങ്ങളിലെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്.